ഡോക്ടർ വാസുദേവനിയ, ഞാൻ പത്മാവതി മെക്സിലെ വിശ്വനാഥ മേനോന്റെ വീട്ടിൽ നിന്നാണ് സംസാരിക്കുന്നത്. സോറി മാഡം, ഇന്ന് എനിക്കൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. റൂലി വന്ന് കാത്തിരിക്കുകയാണ്. ഇപ്പോൾ വരാൻ തീരെ നിർത്തിയില്ല. ഡോക്ടർ പ്ലീസ്, പേഷ്യന്റ് വളരെ സീരിയസ് ആണ്. ഐ എം വെരി സോറി. നിങ്ങൾ മറ്റേതെങ്കിലും ഡോക്ടറെ വിളിക്കൂ. ഞാൻ കൊടുത്ത അപ്പോയിന്റ്മെന്റ് തെറ്റിക്കാൻ ഒക്കില്ല. ലിസൺ ഡോക്ടർ, അപ്പോയിന്റ്മെന്റ്സ് ക്യാൻ വെയിറ്റ്, ബട്ട് ദാറ്റ് വിൽ നോട്ട്. നിങ്ങളൊരു ഡോക്ടറാണ്. പണം കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് കൂടുതൽ അപ്പോയിന്റ്മെന്റ്സ് ഉണ്ടെന്ന് പറയുന്നത്. നിങ്ങൾക്ക് എത്ര പണം വേണമെങ്കിലും തരാം. നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ്സിനേക്കാൾ വലുത് മരണക്കിടക്കയിൽ കിടക്കുന്ന ഒരു മനുഷ്യന്റെ ജീവനാണ്. ഈ വീട്ടിൽ നിന്നല്ലേ ഫോൺ ചെയ്തത്? അതെ ഡോക്ടർ. പേഷ്യന്റ് എവിടെ? ഫോണിലുണ്ട്. തക്ക സമയത്ത് തന്നെ ഫോൺ ചെയ്ത് നന്നായി. ഞാൻ പ്രിസ്ക്രൈബ് ചെയ്ത മരുന്നിന് കൊടുത്താൽ മതി. ഫാമിലി ഡോക്ടർ? ഡോക്ടർ ജോസഫ് ചെറിയാൻ. ഓ ഐ സി. അദ്ദേഹം ഓട്ടോ സ്റ്റേഷൻ ആണല്ലോ. എന്റെ മോൻ രവി ഇവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. അതെയോ? രവിയുടെ മദറാണല്ലേ? രവി എനിക്കറിയാം. ഞാൻ ഫോണിലൂടെ എന്തെല്ലാം സംസാരിച്ചു. സോറി. ഡോക്ടർ വിളിച്ചത് ഞാനല്ല, ഈ കുട്ടിയാണ്. ഓ, എന്നെ വരട്ടിയത് ഈ കുട്ടിയാണോ? ഐ എം സോറി ഡോക്ടർ. അങ്കിളിനെ കുറിച്ച് ഓർത്തപ്പോ ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. ഐ എം റിയലി സോറി. ഡോക്ടർ, ഫീസ് എത്രയെന്ന് പറഞ്ഞില്ല. ഓ, ഫീസോ? ആദ്യം പേഷ്യന്റ് അസുഖം മാറട്ടെ. ഫീസിന്റെ കാര്യം പിന്നീട് ആലോചിക്കാം. ഓ, മക്കളെ വിവരം അറിയിക്കണം. ഞാൻ അറിയിച്ചു ആന്റി. ഇൻവിറ്റേഷൻ കാർഡിൽ നിന്ന് അഡ്രസ് കിട്ടി. ആന്റി അങ്കിളിന്റെ അടുത്തേക്ക് ചെല്ലൂ. ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ആന്റി, എന്തെങ്കിലും കഴിക്കൂ. എനിക്കൊന്നും വേണ്ട. ആന്റി ഒന്നും കഴിക്കാതിരുന്നാൽ അങ്കിളുടെ അസുഖം മാറുമോ? അങ്കിൾ, അങ്കിൾ, മരുന്ന് കഴിക്കൂ.
മേനോൻ കൃത്യസമയത്തിന് മരുന്ന് കഴിക്കുന്നുണ്ടോ? കഴിച്ചില്ലെങ്കിൽ എന്നെ വരട്ടി പോലെ പേടിപ്പിച്ച് കഴിപ്പിക്കണം. ഞാൻ മറ്റേ മേനോൻ. ശരി, നമസ്കാരം. ഇനി പേടിക്കാനൊന്നുമില്ല. കപ്പിൾ ഓഫ് ഡേയ്സ്. ഓക്കെ. മക്കളെ കാണുന്നില്ലല്ലോ പത്മാവതി. അവരിപ്പോ എത്തുന്നു മഞ്ജു പറഞ്ഞു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, മഞ്ജുവിനെ രവിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന് നിങ്ങൾ പറഞ്ഞപ്പോ ഇങ്ങനെയുള്ള പെൺകുട്ടികൾ സ്വന്തം കാര്യം നോക്കുന്നവരാണെന്ന് ഞാൻ പറഞ്ഞത്? ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞുകൂടായിരുന്നു. ഈ 2 ദിവസം കൊണ്ട് എനിക്ക് പോലും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ് അവൾ ചെയ്തത്. ഞാൻ ഇതുവരെ ആരുടെ മുന്നിലും തോറ്റുകൊടുത്തിട്ടില്ല. പക്ഷേ അവൾ സ്നേഹം കൊണ്ട് എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. ഡാഡിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ട്. മമ്മി, പെട്ടെന്ന് അറ്റാക്കുണ്ടാകാൻ മെന്റൽ ടെൻഷനിലുണ്ടായോ? അത് പെട്ടെന്നുണ്ടാകുന്ന അസുഖമായ എന്തോ നിനക്കറിയാമല്ലോ. നിങ്ങൾ പോയതിനു ശേഷം ഞാനും മമ്മിയും മഞ്ജുവും ചേർന്ന് ഓരോ തമാശകൾ പറഞ്ഞ് ഒരുപാട് ചിരിച്ചു. കൂടുതൽ ചിരിച്ചുകൊണ്ടായിരിക്കും പെട്ടെന്ന് ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടായത്, അല്ലേ പത്മ? മഞ്ജു എവിടെ പോയി? അവൻ മുറിയിലുണ്ടാവും. മഞ്ജുവിനെ വിളിക്കും. മോളെ വാ. വാ. മഞ്ജു, മഞ്ജു. മഞ്ജു എവിടെയും കാണുന്നില്ല. ഇതാ മഞ്ജു മമ്മിക്ക് എഴുതിയ കത്താണിത്. ആന്റി, ഞാൻ എന്റെ വീട്ടിലേക്ക് മടങ്ങാണ്. ആന്റിയുടെ അനുവാദം ചോദിച്ചിട്ട് പോകാമെന്ന് വെച്ചാൽ ആന്റി എങ്കിലും ഒന്ന് വിടില്ലെന്നറിയാം. അതുകൊണ്ടാണ് ഈ ഒരു കത്തെഴുതി വെച്ചിട്ട് പോകുന്നത്. എന്നോട് ക്ഷമിക്കൂ മഞ്ജു. ഞാൻ ഇപ്പൊ വരാൻ കേട്ടോ. ഞാൻ ഇവിടെ വാ. ഞാൻ ഇപ്പോൾ എന്റെ വീട്ടിലെ നിയമം തെറ്റിച്ചുകൊണ്ടാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. ഒരു കത്തെഴുതി വെച്ചിട്ട് ആരോടും പറയാതെ ഇങ്ങനെ പോയാൽ ഞാൻ നിന്നോട് ക്ഷമിക്കുമെന്നായിരിക്കും നീ കരുതിയത്. വരൂ, വീട്ടിലേക്ക് പോവാം. ഇല്ല ആന്റി, ഞാൻ വരുന്നില്ല. നിങ്ങളുടെ വീട്ടിലെ ഡിസിപ്ലിൻ നശിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ നിന്നെ എന്റെ വീട്ടിലേക്ക് മഞ്ജുവായിട്ടല്ല, ഞാൻ വിളിക്കുന്നത് എന്റെ മോന്റെ ഭാര്യയായിട്ടാണ്. വരില്ല മഞ്ജു, വരില്ല മോളെ. അമ്മേ.